50 degree Celsius in 10 minutes and 50 degree to 40 degree in the next 15 minutes. Okay, the room temperature is. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ നമുക്കിവിടെ എടുക്കേണ്ടത് 60-50 ഉണ്ട് അല്ലേ, രണ്ട് മെയിൻ ടെമ്പറേച്ചർ ഉണ്ട്, ടൈം 10 minutes ആണ്, അതായത് T2 - T1/T ആണ്, അതായത് 60 - 50 ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് 10 minutes. അത് 10 എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു നൗ യു ഹാവ് ടു ആഡ് ദിസ് ടു ടെമ്പറേച്ചർ. ഏതൊക്കെയാണ്? 60 + 50/2 - T0. T0 എന്നുള്ളത് സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. ഓക്കെ ആണോ? സിമിലർലി ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. അതിന് 50 degree to 40 degree Celsius ഇൻ ദ നെക്സ്റ്റ് 15 minutes ആണ്. സോ അഗെയിൻ അതേപോലെ യൂസ് ചെയ്യുക. 50 - 40 ബൈ ടൈം എത്രയാണ്? 15 minutes ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു നൗ യു ഹാവ് ടു ആഡ് ദിസ് ടെമ്പറേച്ചർ 50 + 40/2 - T0. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും ഇല്ലേ? ഇനി 60 - 50 എന്നുള്ളത് 10 ആണ്. അപ്പോൾ 10/10 ബൈ 50 - 40 ആണെങ്കിൽ അഗെയിൻ 10/15. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിന് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 3 × 45 - 3T0 ഇസ് ഈക്വൽ ടു 110 - 2T0 എന്ന് കിട്ടും അല്ലേ? ക്ലിയർ അല്ലേ? സോ ഫ്രം ദിസ് നമുക്ക് T0യുടെ വാല്യൂ കിട്ടും. എത്രയാണ്? 25 degree Celsius. ഓക്കെ ആണോ? ശരി. ഇനി അടുത്തതൊരു പ്ലോട്ടാണ്. എന്താണ്? വോളിയം വേഴ്സസ് ടൈം. അതിൽ പ്രഷർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT. ഇത് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ V/T, അപ്പോൾ ഇവിടെ നിന്ന് V/T എടുക്കുവാണെങ്കിൽ 1/P എന്നേ കിട്ടുള്ളൂ. ആക്ച്വലി V/T എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പാണ് അല്ലേ? അപ്പോൾ ഒരു കർവ് വന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? Y ആക്സിസ് ബൈ X ആക്സിസ് ആണ് സ്ലോപ്പ്. ക്ലിയർ അല്ലേ? എന്നാൽ നമ്മൾ PV = nRTൻ്റെ റിലേഷൻ യൂസ് ചെയ്താൽ വാട്ട് ഈസ് V/T? V/T എന്ന് 1/P ആണ്. ഇവിടെ സ്ലോപ്പ് എന്നുള്ളത് K ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സ്ലോപ്പ് എന്നുള്ളത് K ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് K1? K1 ഇസ് ഈക്വൽ ടു 1/P1 വാട്ട് ഈസ് K2? 1/P2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സോ ഫ്രം ദിസ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? P1/P2 ഈസ് ഈക്വൽ ടു K2/K1. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിക്ക് ഹീറ്റ് ഫ്ലോ റേറ്റിൻ്റെ ഫോർമുല ഹീറ്റ് ഫ്ലോ റേറ്റ് ആണ്, അതായത് dQ/dt, ഹീറ്റ് ബൈ ടൈം, ഹീറ്റ് ഫ്ലോ റേറ്റ്. ഫോർമുല K × A × ΔT/L ആണ് ഫോർമുല. K × A × ΔT/L. K എന്നുള്ളത് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, A എന്നുള്ളത് ഏരിയ, ΔT എന്നുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, L എന്നുള്ള ലെങ്ത് ആണ്. ഇനി സപ്പോസ് നമ്മൾ ചില പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെസിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് നത്തിങ് ബട്ട് L/KA എന്ന് എടുക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? L/KA. ഇനി ΔT നമ്മൾ നോർമലി I എന്ന് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ΔTനെ നമ്മൾ I എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് ഇവിടെ പറയണത് L/KAയും ΔT എന്നുള്ളത് I ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു വിൻഡോ ഗ്ലാസ് ഉണ്ട്. അതിൽ കൺസിസ്റ്റ് ഓഫ് 2 ലേയേഴ്സ് ആണ്. ലേയേഴ്സ് എന്ന് പറയുമ്പോൾ 2 ലേയേഴ്സും പാരലായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, ഓരോ ലെയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 2 and 8. ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഓഫ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ബൈ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ബൈ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോർമുല K1A1 × ΔT/L of 1 is equal to K2A2 × ΔT/L. ഈ ΔT/Lനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ബൈ ഡിസ്റ്റൻസ്. ഈ L എന്നുള്ള തിക്നെസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ΔT/L ബൈ ΔT/L2 is equal to K2A2 ബൈ K1A1. സിൻസ് രണ്ടും പാരൽ ആയതുകൊണ്ട് A1 is equal to A2 ആയിരിക്കും അല്ലേ? ഇത് ക്യാൻസൽ ആയി പോകും. റിമൈനിങ് ഉള്ളത് K2/K1. K2 എന്നുള്ളത് 8ഉം അതേപോലെ K1 എന്നുള്ള 2 ആണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇത് ഓക്കെ ആണല്ലോ? ശരി. ഇനി അതേപോലെ ഈ തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഇപ്പോൾ 2 കണ്ടക്ടർ ഉണ്ട്. അത് രണ്ടിനും മെയിൻറ്റെയിൻ ചെയ്ത ടെമ്പറേച്ചർ, ഫസ്റ്റ് കണ്ടക്ടർ Aൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, അതേപോലെ Bൻ്റെ ടെമ്പറേച്ചർ T2 ആണ്. ഇത് രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ T ആണ്. ഓക്കെ, അപ്പോൾ 2 തെർമൽ കണ്ടക്ടിവിറ്റി K1 K2, രണ്ടിനും തിക്നെസ് H1 H2 ആണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ? അപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റ് പഠിച്ചു വയ്ക്കുക. ഡെറിവ് ചെയ്തെടുക്കേണ്ടതാണ്. ഫോർമുല ഡയറക്റ്റായി പഠിച്ചു വയ്ക്കുക. എന്താണ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ? K2H1T2 + K1H2T1 / K1H2 + K2H1. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എ ആണ് ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എയർ ഈസ് ഫിൽഡ് അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ് ഇൻ എ വെസൽ ഓഫ് ഓപ്പൺ മൗത്ത്. ഈ ഓപ്പൺ മൗത്ത് എന്ന് പറഞ്ഞാൽ വെസൽ ഓപ്പൺ ആണ്. അപ്പോൾ വെസൽ ഓപ്പൺ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ പ്രഷറിൽ ഒരു മാറ്റം വരത്തില്ല, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിൽ പറയണത് ദ വെസൽ ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ. വെസൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 1/3 ഓഫ് ദി എയർ എസ്കേപ്സ്, അതായത് ആ ടോട്ടൽ മാസിന് ഒരു 1/3 പുറത്തേക്ക് പോയി എന്നാണ്. ക്ലിയർ ആണോ? ഇഫ് ദ വോളിയം ഓഫ് ദ വെസൽ ഡോസ് നോട്ട് ചേഞ്ച്, അപ്പോൾ വോളിയം ചേഞ്ച് ഇല്ല, അതായത് പ്രഷറും ചേഞ്ച് ഇല്ല. ഓപ്പൺ ആയതുകൊണ്ട് പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വോളിയം ചേഞ്ച് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ ടെമ്പറേച്ചർ? അപ്പോൾ നമുക്ക് അറിയാനുള്ള റിലേഷൻ PV = nRT ആണ്. പ്രഷറും വോളിയമും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രഷറും വോളിയം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ nRT = കോൺസ്റ്റൻറ്റ്. ഇനി ആറും കോൺസ്റ്റൻ്റ് അല്ലേ? n എന്നുള്ളത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? m/m0 × RT. ക്ലിയർ അല്ലേ? അപ്പോൾ m0യും കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ കിട്ടും MT = കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ T2/T1 = m1/m2 = m/m2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻറ്റിലുള്ള മാസാണ്. അതായത് 1/3 ഓഫ് ദ എയർ എസ്കേപ്പ് ആവുകയാണ് അല്ലേ? 1/3 ഓഫ് ദ എയർ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ റിമൈനിങ് മാസ് എന്തായിരിക്കും? m - m/3 ആയിരിക്കും. സോ ആൻസർ വിൽ ബി m/2m/3. m - m/3 മനസ്സിലായോ? ബിക്കോസ് ഇപ്പോൾ പ്രസൻറ്റ്ലി ഉള്ള ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ 1/3 ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള. ദാറ്റ് മീൻസ് ദ റിമൈനിങ് മാസ് വിൽ ബി ടോട്ടൽ മാസ് മൈനസ് m/3. ഓക്കെ ആണല്ലോ? സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3/2 ഇൻറ്റു T20 320 എന്ന് കിട്ടും. ആ 320 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ടെമ്പറേച്ചർ അല്ലേ, T2 = T1. ടെമ്പറേച്ചർ ഉള്ളത് 47 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? 47 അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 233 73 + 47 320 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ T2 = 320 × 3/2. 2 കൊണ്ട് 320 ക്യാൻസൽ ചെയ്യുമ്പോൾ 160 കിട്ടും. 160 × 3 എത്രയാണ്? 480 കെൽവിൻ. അതിന് സെൽഷ്യസിലേക്ക് മാറ്റുവാണെങ്കിൽ 207. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബബിൾ റൈസസ് ഫ്രം ദ ബോട്ടം ഓഫ് എ ലെക്ക്. Its radius become twice when it reaches the surface. The depth of the water is nearly. ഡെപ്ത് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഉപയോഗിക്കാം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സ് യൂസ് ചെയ്യാം. P1 V1 = P2 V2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ P1 എന്നുള്ളത് ഏത് പൊസിഷനാണ്? ഗ്രൗണ്ട് പൊസിഷനാണ് അല്ലെ? ഡെപ്തിലാണോ? അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ റേഡിയസിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ സ്പിയറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 4/3 5r³ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 × V2 എന്നുള്ളത് 4/3 π ഇൻറ്റു, അതായത് റേഡിയസ് ടോപ്പിലേക്ക് എത്തുമ്പോൾ റേഡിയസ് ടോയ്സ് വേണം, അതുകൊണ്ട് 2r⁻³. അപ്പോൾ ഇവിടെ നമുക്ക് 4/3 π 4/3 π ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ P1 = P2 × 8. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ സപ്പോസ് നമുക്ക് റിവർ ഉണ്ട്. അപ്പോൾ റിവറിൻ്റെ ബേസിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത് അല്ലേ? ക്ലിയർ ആണ്? അപ്പോൾ സർഫസിലുള്ള പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഈ ബേസിലുള്ള ഒബ്ജക്റ്റിൻ്റെ പ്രഷർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എന്നുള്ളത് ρgh ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് P1 എന്ന് പറയണത് ഡയഗ്രാം നോക്കി തന്നെ നിങ്ങൾക്ക് എഴുതാം. P1 എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ρgh ആണ് P1. ക്ലിയർ അല്ലേ? P2 എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഉള്ളൂ. ബിക്കോസ് P2 എന്നുള്ളത് ഓൺ ദ സർഫസ് ഓഫ് ദ റിവർ ആണ് അല്ലേ? ഓക്കെ ആണോ? ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? P. അപ്പോൾ P1 = 8 P2 ആണ് നമ്മളെ റിലേഷനിൽ. P1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? PA + ρgh. PA എന്നുള്ളത് 10⁵ പ്ലസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 × G 10 × H = 8 × P2 എന്നുള്ളത് സർഫസിലാണുള്ളത് ഇല്ലേ? ആ ബബിൾ സർഫസിലേക്കാണ് വന്നത്. അപ്പോൾ P2 എന്നുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് 10⁵ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഈ 10⁵ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ 8 × 10⁵ - 10⁵ = 10⁴ ടൈംസ് ഓഫ് H. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് 70 എന്ന് കിട്ടും. ഇതൊരു ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് കുറേ പ്രോസസ്സ് ഉണ്ട് തെർമോഡൈനാമിക്സിൽ. ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ അടുത്തൊന്ന് എഴുതാം, ഇൻറ്റേർണൽ എനർജി 0 ആണ്. ഇൻറ്റേർണൽ എനർജി 0 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് Q = ΔU + W ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇൻറ്റേർണൽ എനർജി 0 ആണെങ്കിൽ Q = W അല്ലെങ്കിൽ ΔW = ΔQ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എയിന് ആൻസർ എന്തായിരിക്കും? 6 ആയിരിക്കും. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് 0 ഫോർ എ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ വർക്ക് ഡൺ അവിടെ എന്താവും? 0 ആയിട്ട് മാറും. ക്ലിയർ ആണോ? ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ഡൺ 0 ആണ്. ഇനി അഡിയബാറ്റിക് പ്രോസസ്സ് നിങ്ങൾക്കറിയാം, നോ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം ഓർ നോ ഹീറ്റ് ലീവ് ടു ദ സിസ്റ്റം. ക്ലിയർ ആണല്ലോ?
ക്ലിയർ അല്ലേ? അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഫോർമുലയാണ് പി വി റേസ്റ്റ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോർമലി നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. അപ്പോൾ ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ വർക്ക് ഡൺ ഈസ് 0 ഓൾവേസ്. ഇതാണ് സി. ക്ലിയർ ആണല്ലോ? ഇനി ഇത് ബിക്ക് കൊടുക്കാം അല്ലേ? ഇനി അടുത്ത ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ അല്ലേ? പ്രഷർ ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്താണ്? പി ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് സി പി സി വി തന്നിട്ടുണ്ട്. എന്നാൽ ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി. അപ്പോൾ ഫോർമുല വാട്ട് ഈസ് സി പി ആണ്. അപ്പോൾ സി പിയുടെ ഫോർമുല ആർ ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് 1 ആണ്. എന്നാൽ സി വിയുടെ ഫോർമുല ആർ ബൈ ഗാമ മൈനസ് 1. ഇവിടെ ക്വസ്റ്റ്യൻ സി പി ആണ്. സി പി ആണ് ആർ ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് 1. ക്ലിയർ അല്ലേ? ഇതൊരു ഓക്കെ ആണോ? ശരി. ഇനി ഗാമ ചോദിക്കുകയാണെങ്കിൽ ഗാമേൻ്റെ ഫോർമുല 1 പ്ലസ് 2 ബൈ എഫ് ആയിട്ടിരിക്കും അല്ലേ? എഫ് എന്നുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ദ വോളിയം ഓഫ് എ ബ്ലോക്ക് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് ബൈ 0.12% വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. ദ കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ നമുക്ക് ഇതാണ് 3 ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ ഉള്ളത്: ലീനിയർ, ഏരിയ, വോളിയം. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എ ബൈ എ എന്നുള്ളത് ഏരിയ എക്സ്പാൻഷനാണ്. ഡെൽറ്റ വി ബൈ വി എന്നുള്ളത് വോളിയം എക്സ്പാൻഷനാണ്. ഇനി ഇതിൽ ആൽഫ ബീറ്റ ഗാമ. ആൽഫ എന്നുള്ളത് ലീനിയർ എക്സ്പാൻഷൻ, ബീറ്റ എന്നുള്ളത് ഏരിയൽ എക്സ്പാൻഷൻ, ഗാമ എന്നുള്ളത് വോളിയം എക്സ്പാൻഷൻ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ബീറ്റയ്ക്ക് ഇനിയൊരു പേരും കൂടെ ഉണ്ട്, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ 2 ആൽഫ, ഗാമ എന്നുള്ളത് 3 ആൽഫ എന്ന് എടുക്കാം. എത്രയേ ഉള്ളൂ അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ഗാമ എന്നുള്ളത് ഇവിടെ ആൽഫയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗാമ എന്നുള്ളത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 3 ആൽഫയെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഡെൽറ്റ വി ബൈ വി എന്നുള്ളത് 0.12% ആണ്. അപ്പോൾ 0.12 ബൈ 100 ഇസ് ഈക്വൽ ടു 3 ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്നുള്ളത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൽഫ കിട്ടും 2 ഇൻറ്റു 10⁻⁵. ഇനി എ ടെമ്പറേച്ചർ ഓഫ് എ യൂണിഫോം റോഡ് ഈസ് സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ യൂണിഫോം റോഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ യൂണിഫോം റോഡ് എന്നുള്ള നമുക്ക് ഇനർഷ്യയുടെ ഫോർമുല അറിയാം. എന്താണ്? mL² ബൈ 12 ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇനർഷ്യ എങ്ങനെ എടുക്കാം? ഡെൽറ്റ ഐ ബൈ ഐ ഈസ് ഈക്വൽ ടു മാസം നമ്പർ ഒഴിവാക്കുകയാണെങ്കിൽ L² എങ്ങനെ എടുക്കാം? 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ. ഇനി വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെൽറ്റ ഐ ബൈ ഐ കിട്ടും. ദാറ്റ് ഈസ് 2 ആൽഫ ഐ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ഇനി 10 ഗ്രാം ഓഫ് ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് കെപ്റ്റ് ഇൻ എ കലോറിമീറ്റർ. കലോറിമീറ്ററിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഐസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐസിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇത് ഹീറ്റ് ചെയ്യണം. സ്റ്റീമിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ഐസ് ഫസ്റ്റ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും ഇല്ലേ? അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമുല എം ഇൻറ്റു എൽ എഫ് ആണ് ഹീറ്റിൻ്റെ ഫോർമുല. ഓക്കെ അല്ലേ? ഇനി 0 ഡിഗ്രിയുള്ള ഐസ് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും അല്ലേ? അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ടു ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എം സി ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? ഇനി ഈ വെള്ളം എന്താക്കി മാറ്റുകയാണ്? സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അടുത്ത ട്രാൻസ്ഫോർമേഷനാണ് 100 ഡിഗ്രി ടു 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 0 ഡിഗ്രി ടു 0 ഡിഗ്രിയിൽ നമുക്ക് എം സി ഡെൽറ്റ ടി എഴുതാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോർമുലയാണ് എം ഇൻറ്റു എൽ എഫ്. അതേപോലെ വേപ്പറൈസേഷൻ ആണെങ്കിൽ എം ഇൻറ്റു എൽ ഇൻറ്റു വി. ഇത്ര ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. അതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എം കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നുള്ള ഫോർമുല ഐസിൻ്റെ വാല്യൂ 80 ആണ്. ഇതെല്ലാം CGS യൂണിറ്റിലാണ്. ഓക്കെ, പ്ലസ് സി ഇൻറ്റു ഡെൽറ്റ ടി. സിൻ്റെ വാല്യൂ നമുക്കറിയാം. സിൻ്റെ വാല്യൂ വന്നിട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വന്നിട്ട് 1 എന്ന് എടുത്താൽ മതി. ആ ഡെൽറ്റ ടി എന്നുള്ളത് എത്രയായിട്ട് മാറും? 100 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ വന്നിട്ട് 0 to 100. സിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഗ്രാമിൽ എഴുതുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് 100 ആണ്. ഓക്കെ, പ്ലസ് എൽ വി എന്ന് പറഞ്ഞാൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 540 ആണ്.
ക്ലിയർ അല്ലേ? ഇനി മാസ് തന്നിട്ടുണ്ട്, മാസ് 10 ഗ്രാമാണ് അല്ലേ? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടും? 7200 കലോറി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് Q1 എന്ന് എടുക്കാം. ഇനി ഇത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള എവിടെയാണ്? കലോറി മീറ്റർ. അപ്പോൾ കലോറി മീറ്റർ നമ്മൾ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമുല MC∆T ആണ്. അതിൽ MC തന്നിട്ടുണ്ട്. MC എന്നുള്ളത് വാട്ടർ ഈക്വലൻ്റ്. അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇസ് കെപ്റ്റ് ഇൻ കലോറി മീറ്റർ ഓഫ് വാട്ടർ ഈക്വലൻ്റ് 10 ഗ്രാം. അപ്പോൾ MC-യുടെ വാല്യൂ ആണ് 10 ഗ്രാം. ക്ലിയർ ആണോ? അപ്പോൾ വാട്ടർ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ M×C അല്ലെങ്കിൽ M×S എന്ന് എടുത്താലും മതി. ഓക്കെ ആണോ? M×C അല്ലെങ്കിൽ M×S. ഓക്കെ. 10 × ∆T എന്നുള്ള ടെമ്പറേച്ചർ എത്രയാവും? 100 ആവും. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടും? എഗെയിൻ 1000 കിട്ടും. ക്ലിയർ അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് കിട്ടും? 7200 പ്ലസ് 1000 എത്ര കിട്ടും? 8200 കലോറി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കുറേ 6 മെറ്റാലിക് റോഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മെറ്റാലിക് റോഡ് എയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ 60 ആണ്, ഒരു ടെമ്പറേച്ചർ 240 ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ഇതെല്ലാം റെസിസ്റ്റൻസ് എടുക്കുക. ഇതെല്ലാം R എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? R എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിന് റെസിസ്റ്ററാക്കി മാറ്റുകയാണ് R. അപ്പോൾ ടോപ്പിൽ 2 റെസിസ്റ്റർ ഉണ്ടല്ലേ അല്ലേ? R+R. സീരീസ് ആകുമ്പോൾ R+R എന്തായിട്ട് മാറും? 2R ആയിട്ട് മാറും. ബേസിലും വീണ്ടും 2 റെസിസ്റ്റർ ഉണ്ട്, അത് രണ്ടും സീരീസ് ആണ്, 2R. അവസാനം ഒരു റെസിസ്റ്ററും കൂടെ ഉണ്ട്, R ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ ടെമ്പറേച്ചർ 60, ഇവിടുത്തെ ടെമ്പറേച്ചർ 240. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് 2Rഉം പാരൽ ആണെങ്കിൽ നമ്മൾ ഇതിനൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കില്ലേ? 2Rഉം പാരൽ ആണെങ്കിൽ ആൻസർ R ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ നെറ്റ് റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? R. ഓക്കെ. 2Rഉം എന്തായിട്ട് മാറി? R ആയിട്ട് മാറി. എഗെയിൻ ഫൈനൽ R ആയിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ എൻഡ് 240, ഒന്നിൻ്റെ എൻഡ് 60. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എന്താവും? 3R ആവും. ക്ലിയർ ആണോ? ഇതിലേക്ക് പോണ കറണ്ട് I ആണെങ്കിൽ ഇല്ലേ? ഇതിലേക്ക് പോണ കറണ്ട് I ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമുല എഴുതാൻ പറ്റും അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ Iക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I is equal to നോർമലി ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? 240 - 60 ബൈ, അതായത് V ആയിട്ട് തന്നെ ഇടുന്നത്, 240 - 60 ബൈ R. ഇവിടുത്തെ R എത്രയാണ്? 3R. ക്ലിയർ ആണോ? ഇതാണ് ടോട്ടൽ കറണ്ട് ആയിട്ട് എടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ വേണ്ടത് ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻ ആണ്. ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻ ഇവിടെ കാണാം, B ആണ് വേണ്ടത് ഇല്ലേ? B സ്പോട്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പോണ കറണ്ട് നമുക്ക് I1 എന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ I1 is equal to ടെമ്പറേച്ചർ ഡിഫറൻസ് എങ്ങനെ എടുക്കാം? T - 60 ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ആയിരിക്കും. സിൻസ് ഇത് ഫുള്ളായിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് മാറ്റാം അല്ലേ? ദാറ്റ് മീൻസ് I1 is equal to I എന്ന് എഴുതാം. I1 is equal to I എന്ന് എഴുതുവാണെങ്കിൽ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം. T - 60 ബൈ R is equal to 240 - 60 ബൈ 3R. ഫ്രം ദിസ് യു വിൽ ഗെറ്റ് T is equal to 120 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ക്ലിയർ ആണോ? 120 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതൊരു ക്ലിയർ അല്ലേ? ഓക്കെ. നൗ ഇത് കുറച്ച് ഫോർമുലസ് ആണ്. ∆U ഇന്ത്യൻ എനർജിയുടെ ഫോർമുല, NCV ∆T. ഇത് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി ∆U N × γ - 1 × ∆T. ഇനി ∆U അതായത് ഇന്ത്യൻ എനർജി നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. ഐസോതെർമൽ പ്രോസസ്സിൽ ഇറ്റ് ഈസ് nRT × ln ഓഫ് V2 ബൈ V1. ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സാണ്. ക്ലിയർ ആണോ? ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ. ഇനി വർക്ക് ഡൺ ഡ്യൂറിങ് അഡിയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിലോ P2 V2 - P1 V1 ബൈ 1 - ഗാമയാണ്. ക്ലിയർ ആണോ? ഇത് വന്നിട്ട് അഡിയബാറ്റിക് പ്രോസസ്സിലാണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ P2 V2 എന്ന് എഴുതാം, അല്ലെങ്കിൽ nR × T2 - T1 ബൈ 1 - ഗാമ എന്ന് എഴുതാം. ഇത് രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സാണ്. ക്ലിയർ ആണോ? ഈ നമ്മളെ തെർമോഡൈനമിക്സിൽ നമുക്ക് എക്സ്പാൻഷനും ഉണ്ട്, കംപ്രഷനും ഉണ്ട്. എക്സ്പാൻഷൻ പ്രോസസ്സുണ്ട്, കംപ്രഷൻ പ്രോസസ്സുണ്ട്. എക്സ്പാൻഷൻ പ്രോസസ്സിൽ വന്നിട്ട് നമ്മളെ വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? കംപ്രഷനിൽ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതേപോലെ ഒരു വർക്ക് ഡൺ പ്രഷർ വോളിയം പ്ലോട്ട് തരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് വർക്ക് ഡൺ എഴുതാനുള്ള ഫോർമുലയാണ് V2 - V1 × P2 - P1. അതൊരു സർക്കിളോ അല്ലെങ്കിൽ എലിപ്സ് ആണെങ്കിലോ π/4 × V2 - V1 × P2 - P1. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകണമെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ.
ഇനി ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഫ്രം എ ടു ബി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എ ടു ബി ആണെങ്കിൽ ഈ ഒരു എ ടു ബിൻ്റെ കർവ് മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ് എടുക്കേണ്ടത്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ലുക്സ് ലൈക്ക് എ ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ 4 - 1 × 2 × 10⁻³ ആണ്. പ്ലസ് അതേപോലെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇല്ലേ, അപ്പോൾ റെക്റ്റാങ്കിൾ ഏരിയ എന്താവും, ഇവിടുത്തെ ഈ ഡിഫറൻസ് ആണ് 4 - 1. 4 - 1 എന്താണ്, 3 ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണ്, 2 × 10⁻³ അപ്പോൾ നിങ്ങൾ ആൻസർ എത്ര കിട്ടും, 9 × 10⁻³ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഒബേസ് ദ ഇക്വേഷൻ Pt² = കോൺസ്റ്റൻറ്റ് ദ വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ Pt² = കോൺസ്റ്റൻറ്റ് വോളിയമാണ് വേണ്ടത്, ടെമ്പറേച്ചറും വോളിയം വേണം അല്ലേ. അപ്പോൾ Pt² = കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ എനിക്ക് അറിയാനുള്ള ഇക്വേഷൻ PV = nRT ആണ്. ഇവിടെ നിന്ന് എനിക്ക് P എഴുതാൻ പറ്റും, P = T/V, ബിക്കോസ് nR കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ T/V ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T³ = കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻ അനാലിസിസ് ഫോം എഴുതുക. അപ്പോൾ T³ ചേഞ്ച് എങ്ങനെ എഴുതാം, 3 × ΔT/T. V എങ്ങനെ എഴുതാം, ΔV/V. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ΔV/V, വോളിയം എക്സ്പാൻഷൻ ഗാമ × ΔT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ΔT ക്യാൻസൽ ആവും, ഗാമയുടെ വാല്യൂ കിട്ടും. ഗാമയുടെ വാല്യൂ എന്താണ്, 3/T. ഓക്കെ, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ അടുത്ത് പോണത് നമ്മൾ ഓസിലേഷനിലാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഫോർമുല പഠിച്ചു വയ്ക്കുക. കൈനറ്റിക് എനർജി 12m ω² × A² - h², പൊട്ടൻഷ്യൽ 1/2m ω² × h² ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലേ നമുക്ക് എന്ത് കിട്ടും, A² - h²/h². ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ പറയുന്നത് h ആണ്, ഈസ് 1/2 ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എച്ചിന് എന്ത് കൊടുക്കുക, A/2 കൊടുക്കുക. അപ്പോൾ h² ആണെങ്കിൽ A²/4 ആയിരിക്കും. സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 3A²/4/A²/4 കിട്ടും. അപ്പോൾ ആൻസർ A²/4 ക്യാൻസൽ ആവും, ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യലും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫോർമുല A² - h² = h² എടുക്കാം. -h² നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ A² = 2h², ദാറ്റ് മീൻസ് h = A/√2. ക്ലിയർ അല്ലേ. ഇനി അടുത്തത് സിമ്പിൾ പെൻഡിലുമാണ്. ലിഫ്റ്റിലാണെങ്കിൽ ഫോർമുല 2, റെസ്റ്റിലാണെങ്കിൽ ജിയിൽ മാറ്റമൊന്നുമില്ല, 2π × √L/G. ലിഫ്റ്റ് മേളിലോട്ടാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, അതിൻ്റെ കൂടെ G+A ഇട്ടാൽ മതി. ലിഫ്റ്റ് താഴോട്ട് വരുവാണെങ്കിൽ G - A ആണ്. ക്ലിയർ അല്ലേ. ഇനി ഇവിടെ 2πL ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് T' = 1/√G ന് 10 എന്ന് എടുക്കുക. അപ്പോൾ 10 + 1.8 11.8 എന്ന് കിട്ടും. പിന്നെ T' എന്നുള്ളത് T എന്നുള്ളത് 1/√10 ഇല്ലേ. ഇവ രണ്ടും കൂടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ √10/√11.8. ഈ 11.8 എനിക്ക് 1.18 × 10 എന്ന് എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ മേളത്തെ റൂട്ടും താഴത്തെ √10 ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ √1.18 വാല്യൂ 1.08 ആണ്. ഓക്കെ, റൂട്ടിൻ്റെ അകത്ത് 1.80 വന്നാൽ അതിൻ്റെ വാല്യൂ 1.40. ആ 80 ഉണ്ടല്ലോ, അതിൻ്റെ പകുതി വാല്യൂ എടുത്താൽ മതി, 40. അപ്പോൾ ഇവിടെ √1.18 ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എന്തായിരിക്കും, 1.80ൻ്റെ ഹാഫ് വാല്യൂ എത്രയാണ്, 0.9. ഓക്കെ അല്ലേ. ഇനി അടുത്തത് രണ്ട് വേവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരു വേവ് A sin ωt + 5/4, അടുത്തത് sin ωt + √2 cos ωt ആണ്. അപ്പോൾ നോർമലി നമ്മൾ വേവ് ഇക്വേഷൻ എഴുതുമ്പോൾ സൈൻ ആയിരിക്കണം. പക്ഷേ ഇവിടെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിൽ സൈനും കോസും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വേവും കൂടെ ആഡാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എടുക്കേണ്ടത് ഈ Y2 എന്നുള്ള ഇതിൽ B ഉണ്ട്, അതിൻ്റെ അകത്ത് രണ്ട് വേവ്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്, sin ωt ഉണ്ട്, പിന്നെ അതേപോലെ cos ωt ഉണ്ട്. എന്നാൽ ഇവരതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. sin ωtൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, cos ωtൻ്റെ മാഗ്നിറ്റ്യൂഡ് √2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 1² 1 ആണ് ഇല്ലേ, പ്ലസ് √2² എന്താണ്, 2 ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും, √3 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, √3 ആണ്. എക്ക് വന്നിട്ട് 1 എടുക്കുക, A/B അല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 1:√3. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്പ്രിങ് സീരീസും പാരലൽ. സ്പ്രിങ് പാരലാണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുക. അപ്പോൾ K1 ഉം K2 പാരലാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, K1 + K2. അപ്പോൾ K1 + K2 ഉം K3 ഉം സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 1/K' = 1/K1 + K2 + 1/K3 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ.
ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻ ഡി കിട്ടും ഇല്ലേ, K1 + K2 × K3 K1 + K2 + K3. ക്ലിയർ ആണോ? ഇനി സ്പ്രിങ്ങിൻ്റെ കേസ് എടുക്കുകയാണ്. സ്പ്രിങ്ങിൻ്റെ നമ്മൾ എനർജി എടുക്കുകയാണെങ്കിൽ അല്ലേ, സ്പ്രിങ്ങിൻ്റെ എനർജി എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്താണ്, ½ K × h² ആണ്. അപ്പോൾ 2 സ്പ്രിങ് അതിൻ്റെ എലോങ്ങേഷൻ സെയിം ആണെന്ന് വയ്ക്കുക. അപ്പോൾ എലോങ്ങേഷൻ സെയിം ആണെങ്കിൽ അതിൻ്റെ എച്ച് എന്നുള്ള വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. എച്ച് എന്നുള്ള വാല്യൂ സെയിം ആണെങ്കിൽ K1 = K2, ഇത് വന്നിട്ട് W1 = W2 എന്ന് എഴുതാം. ബട്ട് ഇവിടെ തന്നിട്ടുള്ളത് K1 എന്നുള്ളതാണ് KA. അപ്പോൾ KA ഈസ് ഗ്രേറ്റർ ദാൻ KB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KA ഗ്രേറ്റർ ദാൻ KB ആണെങ്കിൽ W1 ഷുഡ് ബി, അല്ലെങ്കിൽ WA ഷുഡ് ബി ഗ്രേറ്റർ ദാൻ WB ഇല്ല, ഇതാണ് ആ കണ്ടീഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണെങ്കിൽ, ക്ലിയർ ആണോ, സ്ട്രെച്ച് ചെയ്യണ എമൗണ്ട് സെയിം ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ സെയിം ആയിരിക്കും. എന്നാൽ സെയിം ഫോഴ്സ് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക, WB ഈസ് ഗ്രേറ്റർ ദാൻ WA. ഓക്കെ അല്ലേ. സെയിം ഫോഴ്സ് എന്ന് പറയുമ്പോൾ F = KH യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടൈം പീരീഡ് ഓഫ് എ 2 സ്പ്രിംഗ് മാസ് സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ കോമ്പിനേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് പാരലൽ കണക്ഷനാണ്. സോ ജസ്റ്റ് ആഡ് K = K1 + K2. ഇനി നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഫോർമുല 2π × m/k ആണ്. എമ്മും 2π ഒക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ K ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T² ആണ്. അപ്പോൾ K എന്നുള്ളത് 1/T², K1 എന്നുള്ളത് 1/T1², K2 എന്നുള്ളത് 1/T2². സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോർമുലയാണ് A = -ω²h. അപ്പോൾ ഈ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം പ്ലോട്ടാണ് തന്നിട്ടുള്ളത്. അതിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം പ്ലോട്ടാണ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം പ്ലോട്ടിൽ ഇത് ഏത് കർവാണ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സൈൻ വേവ് ആണ് അല്ലേ. അപ്പോൾ ഈ വേവ് ഏത് വേവാണ്, സൈൻ വേവ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ വേവ് ആണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതാം, h = a sin ωt. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും, അതിനെ എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ആംപ്ലിറ്റ്യൂഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 2 ആണ്. 2 × ഒമേഗയുടെ വാല്യൂ ഇല്ലേ. ഒമേഗ എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്, 2π/T ആണ്. അപ്പോൾ T എന്നുള്ള ഈ ടോട്ടൽ ടൈമാണ്, ഈ T എന്നുള്ള 16 തന്നിട്ടുണ്ട്. അപ്പോൾ 2π/16² × sin ωt. എഗെയിൻ ഒമേഗ 2π/16 × T എന്നുള്ള സ്മോൾ ലെറ്റർ T 2 സെക്കൻഡ്സ് ആണ്, അവിടെ 2 കൊടുക്കും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ sin 45 കിട്ടും. sin 45ൻ്റെ വാല്യൂ 1/√2 ആണ്. സോ നിങ്ങൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണോ? ഇനി ട്രാവലിംഗ് വേവിൽ നമുക്ക് പാർട്ടിക്കിൾ വെലോസിറ്റിയും വേവ് വെലോസിറ്റിയും ഉണ്ട്. അപ്പോൾ വേവ് വെലോസിറ്റിയുടെ ഫോർമുലയാണ് ω/k എന്നാണ് ഫോർമുല. വേവ് വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ω/k ആണ്. പാർട്ടിക്കിൾ വെലോസിറ്റി നമ്മൾ ഓസിലേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. നോർമലി പാർട്ടിക്കിൾ വെലോസിറ്റി എന്നുള്ളത് ω × √a² - h² ആണ് ഫോർമുല. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ മീൻ പൊസിഷനാണ്. മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ മാക്സിമം ആയിരിക്കും. മാക്സിമത്തിൻ്റെ വാല്യൂ ആണ് Aω. അപ്പോൾ മാറിപ്പോയില്ല, നമുക്ക് 2 വെലോസിറ്റി ഉണ്ട്. വേവ് വെലോസിറ്റി ω/k പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം ആണ് Aω. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പൈപ്പ് ക്ലോസ്ഡ് അറ്റ് 1 end. ഈ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് N1 അല്ലെങ്കിൽ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ, ഈ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, 1 end ഈസ് ഓപ്പൺ. ക്ലിയർ ആണോ? അപ്പോൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് ഒരു എൻഡ് ഓപ്പൺ ആണ്, മാറിപ്പോരുത്. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഒരു ക്ലോസ്ഡ് പൈപ്പ് എടുക്കുമ്പോൾ ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ആയ സ്ഥലത്ത് നോഡും ഓപ്പൺ ആയ സ്ഥലത്ത് ആൻറ്റി നോഡുമാണ്. ക്ലിയർ ആണോ? അപ്പോൾ നോഡും ആൻറ്റി നോഡും വേറെ ഒന്നുമില്ല, നമ്മളൊരു പ്രോഗ്രസീവ് വേവ് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതൊരു സ്ഥലത്ത് മെയിൻ ഒരു എൻഡിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യും, അത് പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ എവിടെയൊക്കെ മീറ്റ്, ചില സ്ഥലങ്ങളിൽ നോഡ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. നോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആംപ്ലിറ്റ്യൂഡാണ് കേട്ടോ. ഇതൊക്കെ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യുന്നത് നോഡ്സാണ്. ക്ലിയർ ആണോ? ബാക്കിയുള്ള ഈ വൈറ്റ് കളറിൽ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആൻറ്റി നോഡാണ്. ഇതാണ് ആൻറ്റി നോഡ്, ആംപ്ലിറ്റ്യൂഡ് 0 ഉള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഒരു നോഡും ഒരു ആൻറ്റി നോഡേ ഉള്ളൂ. ഏത് പൈപ്പിനാണ്? ക്ലോസ്ഡ് പൈപ്പ്, അല്ലെങ്കിൽ ഒരു എൻഡ് ഓപ്പണിൽ നോഡും ആൻറ്റി നോഡും സെയിം ആണ്. അപ്പോൾ നോഡ് എന്നെന്ന് എടുത്താൽ ആൻറ്റി നോഡ് എന്നെന്ന് എടുക്കാം, ഈക്വൽ ആയിരിക്കും. ഇനി ഇത് ഫസ്റ്റ് ഹാർമോണിക്, ഈ നോഡ് ഷേപ്പാണ് ഫസ്റ്റ് ഹാർമോണിക് ഓർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണെങ്കിൽ അടുത്ത് ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് അവസാനം വരേണ്ടത് ഓപ്പൺ ആണ്. ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഇത്രയും ക്ലിയർ ആണോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതായത് ഈ ഫസ്റ്റ് മോഡ് റിപ്പീറ്റ് ചെയ്യണത് 3ാമത്തെ ടൈമാണ്. കണ്ടോ,
അതായത് ഇതൊരു നിങ്ങൾ നോക്കി ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് ഇങ്ങനെയല്ലേ ഉള്ളത്. ഇനി ഇത് തന്നെ ഇന്നിങ്ങനെ മീറ്റ് ചെയ്യും, ഇങ്ങനെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് മോഡ് റിപ്പീറ്റ് ചെയ്ത് അതാണ് 1, അതിൻ്റെ അടുത്ത റിപ്പീറ്റേഷനാണ് 2, അതായത് ഒരു നോഡും ഒരു ആൻറ്റി നോഡും, അതിൻ്റെ റിപ്പീറ്റേഷനാണ് 3. അപ്പോൾ ഫസ്റ്റ് ഹാർമോണിക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളത് തേർഡ് ഹാർമോണിക്കിനാണ് ഫസ്റ്റ് ഓവർ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ 1:3:5 ആണ്. ക്ലിയർ ആണ്? 1:3:5. അതേപോലെ തന്നെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ പൈപ്പും ഇതിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ν1:ν2:ν3 എന്നുള്ളത് 1:2:3. ഇത് മറക്കരുത്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ 1:2:3:4 അങ്ങനെ പോകും. എന്നാൽ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ 1:3:5 ഓഡ് നമ്പറിലാണ് എത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതൊരു ഓക്കെ ആണോ? ശരി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഈസ് 50 ഹെർട്സ്. ദ ഫ്രീക്വൻസി ഓഫ് ദ സെക്കൻഡ് ഓവർടോൺ ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 ആണ്. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. പൈപ്പ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ നോർമലി പൈപ്പ് ക്ലോസ്ഡിൽ നോഡും ആൻറ്റിനോഡും സെയിം ആണ്, ഈക്വൽ ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ഫോർത്ത് ഓവർടോൺ ആണ്. ഫോർത്ത് ഓവർടോൺ എന്ന് പറയുമ്പോൾ നോക്കി, എപ്പോഴും ഓവർടോൺ സ്റ്റാർട്ട് ചെയ്യണത് ഹാർമോണിക്ക് കഴിഞ്ഞിട്ടാണ്. ക്ലിയർ അല്ലേ? നമ്മൾ നോർമലി പറയാറുള്ളത് ഫസ്റ്റ് ഹാർമോണിക് ഓർ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്കാണ് നമ്മൾ N1 കൊടുക്കാറുള്ളത്. ഓക്കെ ആണോ? ഓവർടോൺ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് N2 എന്നാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് 4 ഓവർടോൺ എന്ന് പറയുമ്പോൾ Nൻ്റെ വാല്യൂ 5 ആണ്. കാരണം ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക്കിനാണ് N1 കൊടുക്കുന്നത്. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് N=2 ആണ്. അപ്പോൾ ഇവിടെ 4 ഓവർടോണാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ N എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 5,5 ആയിരിക്കും. ക്ലിയർ ആണോ? ഇതൊരു ഓക്കെ ആണോ? ഇനി ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് 50 ഹെർട്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് ദ സെക്കൻഡ് ഓവർടോൺ. അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ഓവർടോൺ എത്രയാണ്? 3 ആണ്. സെക്കൻഡ് ഓവർടോൺ 5 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 × 5 എത്രയാണ്? 250 ഹെർട്സ് ആണ് ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ എത്ര കിട്ടി? 250 കിട്ടിയത് മനസ്സിലായോ? അവിടെ ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അടുത്തത് വരുന്നത് ഫസ്റ്റ് ഓവർടോൺ ആണ്. അടുത്തതാണ് ഫസ്റ്റ് ഓവർടോൺ. അത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, ഓവർടോണൊക്കെ ഇങ്ങനെ എഴുതിയാൽ മതി. സെക്കൻഡ് ഓവർടോൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഫസ്റ്റ് 1, അടുത്തത് 3, അടുത്തത് 5. ഈ ഫസ്റ്റ് ഓവർടോണിനാണ് നമ്മൾ പറയുന്നത് തേർഡ് ഹാർമോണിക്. കാരണം ഈ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക മൂന്നാമതാണത് ഫോം ചെയ്യണത്. അടുത്തത് ഫിഫ്ത്ത്. ക്ലിയർ ആണോ? ശരി. ഇനി സ്റ്റേഷനറി വേവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ സ്റ്റേഷനറി വേവാണ് നമ്മൾ നോർമൽ ഇക്വേഷൻ y = ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 5 cos kx × sin ωt. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് കാണും, ഇത് എങ്ങനെയാണ് ഇക്വേഷനായി മാറുക അല്ലേ? സ്റ്റേഷനറി വേവ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നേ വേവ് നേച്ചറുള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഏതിനാണ് ഒമേഗ ഉള്ളതാണ് വേവ്. അപ്പോൾ sin ωt വേവ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലുള്ളതെല്ലാം ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 cos kx. അപ്പോൾ cos kx ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് 2 വേവ് പോസിബിൾ അല്ല, ഏതെങ്കിലും ഒരു വേവ് പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ കോസും സൈനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എത്തും, ഇതിൽ ഏതാണ് വേവ് നേച്ചർ ആണെങ്കിൽ ജസ്റ്റ് ഓർത്താൽ മതി, ഒമേഗ എവിടെയാണ് ഉള്ളത് അതാണ് വേവ് നേച്ചർ. അപ്പോൾ sin ωt വേവ് ആണെങ്കിൽ 5 cos x നമ്മൾ ആംപ്ലിറ്റ്യൂഡാണ്. പക്ഷേ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്നിരിക്കുന്നത് 5 cm ആണ്. അപ്പോൾ അത് തെറ്റൊന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ ഇതുകൊണ്ടൊന്ന് വാല്യൂസ് എടുക്കാം. 5 × നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കെയിൻ്റെ വാല്യൂ 2πx. ക്ലിയർ അല്ലേ? ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എന്താണ്? 100πt എന്നാണ് അല്ലേ? അപ്പോൾ ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് വേവ് ലെങ്താണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ λ = 2π/k എന്ന് എഴുതാം. 2π/k. കെയിൻ്റെ വാല്യൂ എന്താണ്? 2π. അപ്പോൾ 2π/2π ആൻസർ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. ക്വസ്റ്റ്യൻ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 5 അല്ല, 5 cos 2πx ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ?
ഓക്കെ. ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ കേസ് പറയുമ്പോഴേ, ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് ഇതാണ് നിങ്ങളെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. കണ്ടോ, ഇങ്ങനെ എത്തും. അപ്പോൾ രണ്ട് നോഡും ഒരു ആൻറ്റി നോഡും, അത് മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് നോഡാണ്, മറ്റേത് ആൻറ്റി നോഡാണ്. ഇത് ആൻറ്റി നോഡ്, നോഡ്. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും സെക്കൻഡ് ഇതിൽ. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും എത്തുക. കണ്ടോ, അപ്പോൾ ഇപ്പോൾ എത്ര നോഡ് വന്ന്? 3 നോഡായി. എത്ര ആൻറ്റി നോഡ് ഉണ്ട്? 2. അപ്പോൾ ഇവിടെ ഞാൻ നോഡിന് n+1 എന്ന് എടുക്കാം, ആൻറ്റി നോഡിന് n എന്ന് എടുക്കാം. ശരിയല്ലേ? ഇത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസാണ്. ക്ലിയർ ആണോ? ഒരു കംപ്ലീറ്റ് വേവിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഹാഫേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കും? λ/2 ആണ്. ഇത്ര ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ശരി, ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എഴുതുമ്പോൾ ഈ ഫസ്റ്റ് വന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഫസ്റ്റ് ഹാർമോണിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണതാണ് നമ്മൾ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത്. കണ്ടോ, സെക്കൻഡ് ഹാർമോണിക്. ഈ സെക്കൻഡ് ഹാർമോണിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർ ടോൺ എന്നും പറയണത്. സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർ ടോൺ. ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ പോകും അല്ലേ? അപ്പോൾ 1, 2, 3 ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? തേർഡ് ഹാർമോണിക് എന്ന് പറയാം. എന്താണ്? തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർ ടോൺ. ഇത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനാണ്. മനസ്സിലാവണുണ്ടോ? ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ നോക്കിയത് എന്താണ്? ക്ലോസ്ഡ് പൈപ്പിനാണ്. ക്ലോസ്ഡ് പൈപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേ ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ആ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അടുത്തതിൽ ഫോം ചെയ്യണില്ല. അടുത്തതിൽ വരുമ്പം ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. മൂന്നാമതാണ് അത് ഫോം ആവണം. അതുകൊണ്ടാണ് തേർഡ് ഹാർമോണിക്ക് നിട്ടിട്ടുള്ളത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നോക്കി, നമുക്ക് വേവ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇവിടുത്തെ AZ = sin KY - ωt. sin KY - ωtയും sin ωt - KY എന്ന് എഴുതിയാലും ആ വേവ് ട്രാവലിംഗ് എവിടെയാണ്? പോസിറ്റീവ് y ആക്സിസ് ആണ്. ക്ലിയർ ആണോ? വേവ് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് y ആക്സിസ്. എന്നാൽ sin KY + ωt എന്ന് എടുത്താൽ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് y ആക്സിസ് ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ A1 നോക്കിയേ, KY - ωt ആണ്. എന്താണ്? KY - ωt. അപ്പം KY എന്ന് പറയുന്നത് നമുക്ക് KY - ωt ആണെങ്കിൽ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് y ആക്സിസ്. ക്ലിയർ അല്ലേ? ഇനി y = 2y0 sin kx cos. ഇവിടെ നോക്കി, കോസ് വേവ് ωt എന്നുള്ളത് കോസ് വേവും അതിൻ്റെ ഫ്രണ്ടിൽ sin kx2 ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുവാണെങ്കിൽ അത് സ്റ്റാൻഡിങ് വേവ് ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കിയേ, KZ - 2ωt. അപ്പോൾ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് Z ഡയറക്ഷൻ. എല്ലാം പ്ലസ് ആണെങ്കിൽ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് y ഡയറക്ഷൻ. ഈ വൈയും ഈ ഇസഡും ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ശരി. ഇനി ബീറ്റ്സ്, ട്യൂണിങ് ഫോർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി. 2 ട്യൂണിങ് ഫോർക്സ് A and B. അപ്പോൾ ബീറ്റ്സിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കിയാൽ ഫോർമുല µA - µB = ബീറ്റ് ഫ്രീക്വൻസി. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ട്യൂണിങ് ഫോർക്ക് സൗണ്ട് ടുഗദർ നമുക്ക് എത്ര ബീറ്റ്സ് കിട്ടി? 3 beats per second. ഞാൻ 3 എഴുതി. നൗ സം വാറ്റ്സ് ഈസ് അപ്ലൈഡ് ടു ദ പ്രോങ് ഓഫ് ബി. വാറ്റ്സ് ആണ് അപ്ലൈ ചെയ്യണത് അല്ലേ? അപ്പോൾ ഒരു കാര്യം ഓർക്കുക, വാറ്റ്സ് ഏതിനാണോ അപ്ലൈ ചെയ്യണത്, വാറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫ്രീക്വൻസി കുറയും. ഇനി ഏതാണോ ഫൈലിംഗ് ചെയ്യണത് അതിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ സം വാറ്റ്സ് ഈസ് അപ്ലൈഡ് ടു ദ പ്രോങ് ഓഫ് ബി. അതിൻ്റെ അർത്ഥം A ആണ് വലുത്, B ആണ് വലുത്. വാറ്റ്സ് കൊടുക്കുന്നതിന് ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതിയത് കറക്റ്റാണ്. അപ്പോൾ A ആണ് ഗ്രേറ്റർ, B ആണ് ചെറുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ µA - µB എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? വെൻ സൗണ്ടഡ് ടുഗദർ 3 beats per second ആർ ഹിയർഡ്. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഇത് വാറ്റ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം. ഫൈലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ A തന്നിട്ടുണ്ട്. Aൻ്റെ ഫ്രീക്വൻസി 300 ആണ്. അപ്പോൾ 300 - µB = -3 എന്ന് എടുക്കാം.
ക്ലിയർ അല്ലേ? -3 ഇങ്ങോട്ട് വരുമ്പോൾ 300 + 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ബി. അപ്പോൾ ആൻസർ 303 എന്ന് എടുത്താലും മതി. ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഫൈലിംഗ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി നിങ്ങൾ പ്ലസ് ഇട്ടാൽ മതി. അപ്പോൾ വെൻ സൗണ്ടഡ് ടുഗദർ അഗെയിൻ 3 beats per second ആർ ഹിയർഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല, ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, വാച്ച് ചെയ്തപ്പോൾ ആ ഫ്രീക്വൻസിയാണ് 3 beats per second. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇതിൽ ഏത് ബീറ്റ്സ് എടുക്കണമെന്ന് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളേ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി 2 tuning forks A and B sounded together produces 3 beats അല്ലേ? ആ 3 ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കി 300 തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഒന്നെങ്കിൽ 300, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 beats ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 300 + 3 അല്ലെങ്കിൽ 300 - 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ സെലക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ സൗണ്ട് ചെയ്തപ്പോൾ ബീറ്റ്സ് 3 beats per second ആണ്. അപ്പോൾ ബീറ്റ്സിൽ കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ വാല്യൂ എടുക്കുക, 303 അങ്ങനെ എടുത്താൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ ഫോമിൽ ചെയ്യുക. ഇനി ഈ ഫ്രീക്വൻസിയും ലെങ്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സെഗ്മെൻ്റ് ആണെങ്കിൽ L1 + L2 + L3 ആണെങ്കിൽ 1/nu = 1/nu1 + 1/nu2 + 1/nu3 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഇതൊരു ഓക്കെ അല്ലേ? ബീറ്റ് ഫ്രീക്വൻസി നമ്മൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബി ഫൈലിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ, ഇതേ സെയിം ക്വസ്റ്റ്യൻ ബി ഫൈലിംഗ് ആണെങ്കിൽ ഞാനിവിടെ ഫോർമുല എഴുതുമ്പോൾ ബി - BA എന്നായിരിക്കും എഴുതുക. കാരണം ഞാൻ ബീനെ ഫൈലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും എനെക്കാട്ടിലും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ് ഫ്രീക്വൻസി. മനസ്സിലാവണുണ്ടോ? അപ്പോൾ ഈ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഏതിനെ ഫയൽ ചെയ്യണോ അതിനാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ഏത് വാക്സ് ചെയ്യോ അതിന് രണ്ടാമത് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്കിനി +2 ടോപ്പിക് ഇവിടെ മാത്രമേ ഉള്ളൂ. +1 ഇവിടെ കഴിയാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോവുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ബൈ.